എന്താണെന്ന് 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അല്ലേ? അനിയത്തിക്ക് ചേച്ചി ഐശ്വര്യലക്ഷ്മി മാഡം വക ഉപദേശം, പഠിക്കാൻ പോരുതെന്ന്. ശേഷിച്ച കാലം അത്രയും ഇവിടുത്തെ അടുക്കള പണിയെടുത്ത് ജീവിച്ചാ മതിയെന്ന്. ഇതൊന്നും കേട്ടിട്ട് കല്യാണിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. ജന്മം തന്ന അച്ഛനെയും അമ്മയും തള്ളി പറഞ്ഞു, പിന്നെ അനിയത്തിയായ എന്നെ തള്ളി പറയാനാണോ പാട്? അമ്മ വിഷമിക്കൊന്നും വേണ്ട. ഈ കല്യാണി പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ പഠിക്കുന്നതേ പഠിച്ച് വലിയ പത്രാസുകാരിയാവാനൊന്നുമല്ല, എന്റെ അച്ഛന് വേണ്ടി വാദിക്കാനാ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛന് വേണ്ടി ഞാൻ നിയമ പോരാട്ടത്തിന് ഇറങ്ങും. ഏത് നീതിപീഠത്തിന്റെ മുമ്പിൽ നിന്നും ഈ കല്യാണി നിരപരാധിയായി എന്റെ അച്ഛനെ പുറത്തു കൊണ്ടുവരും. അതിനാ ഞാൻ പഠിക്കാൻ പോകുന്നത്. അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവാൻ നിക്കണ്ട കേട്ടോ. യെസ് യുവർ ഓണർ. റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികളുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കും. അതിനുശേഷം പേരിന് ഞങ്ങളൊരു ടെസ്റ്റ് നടത്തും, പിന്നൊരു ഇന്റർവ്യൂ. ഇത്രയും മാത്രമാണ് പ്രോസസ്. പിന്നെ അറിയാമല്ലോ, കുറെ സീറ്റുകൾ അക്കാദമിയിൽ റെക്കമെൻഡേഷനിലാ പോകുന്നത്. ഈ നാട്ടിൽ മാഡം വിചാരിച്ചാൽ കിട്ടാത്ത സീറ്റാണോ? മാഡത്തിനോടായതുകൊണ്ട് മാത്രം പറയാം. ഏറ്റവും വലിയ തമാശയെന്ന് പറഞ്ഞാൽ ചില വർഷങ്ങളിൽ സീറ്റ് ഫില്ലാകാറില്ല എന്നുള്ളതാണ്. കുട്ടികൾ വന്ന് അഡ്മിഷൻ എടുത്തിട്ടേ അവര് മാറി വേറെ വല്ല ജോലി സാധ്യതയുള്ള ഏതെങ്കിലും കോഴ്സിലേക്ക് പോകും. പക്ഷെ ഇപ്പൊ അഡ്മിഷൻ സമയം. മാഡത്തിന്റെ നമ്പർ ഒന്ന് തന്നാ ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാം. ഞാൻ വന്നത് LLBയുടെ അഡ്മിഷന് വേണ്ടിയല്ല. പിന്നെ ഒരു കുട്ടിക്ക് അഡ്മിഷൻ ഒരിക്കലും കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടിയാ. മാഡം, അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മാഡം അത് വലിയ വിഷയമാവും. എൻട്രൻസ് എക്സാമിൽ ഈ പറയുന്ന കുട്ടി റാങ്കോട് കൂടിയ സ്ഥാനത്തേക്കാ വരുന്നതെങ്കിൽ തന്നെയുമല്ല ഈ വിവരാവകാശ നിയമമൊക്കെ കിടക്കുമ്പോൾ ഒരു വിഷയവും വരില്ല. ആപ്ലിക്കേഷനിലെ അപാകത റിജക്ട് ചെയ്യുന്നു. ഇത് നടന്നിരിക്കണം. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് തരാം. ചിന്നുവിന്റെ LLB പഠനത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ഉടൻ തന്നെ ചെയ്യണം. അഡ്മിഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്നെ അറിയിക്കണം. ബുദ്ധിമുട്ട് വരുമല്ലോ, അല്ലെങ്കിൽ ഈ രമാദേവി വരുത്തും. സ്വന്തം തന്തയുടെ കേസ് വാദിക്കാൻ അവൾ LLB പഠിക്കാൻ പോകുന്നു. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഈ രമാദേവി ചിന്നുവിന്റെ LLB പഠനം നടത്തിക്കില്ല. രമ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു തമ്പുരാട്ടി. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം. അല്ല, ഈ കോടതിയിൽ കേസ് വാദിക്കാൻ വക്കീൽ പരീക്ഷയൊന്നും പാസ്സാകേണ്ടതാണല്ലോ കേട്ടത്. ചില കള്ളന്മാരൊക്കെ സ്വയം വാദിക്കുമെന്ന് എന്നോട് ആരോ പറഞ്ഞു. ആ കള്ളന്മാര് തന്നെ ആയിരിക്കും പറഞ്ഞത്. ചിലപ്പോ അവരായിരിക്കും. കള്ളന്മാരോ? എന്താണ് എങ്ങനെ? തമ്പുരാട്ടിനെ കുറിച്ച് എന്ത് വിചാരിക്കും? ചിന്നു LLB പഠിക്കുന്നത് വാദിക്കാൻ വേണ്ടി മാത്രമല്ല, അറിവ് നേടാൻ വേണ്ടി കൂടിയാ. ഓ, അങ്ങനെയുണ്ടല്ലേ. ഞാനത് വിട്ടുപോയി. മഹി LLB ഒക്കെ പഠിച്ചതല്ലേ? അപ്പോ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ? അറിയാം. എല്ലാ ഏർപ്പാടുകളും ചെയ്തോണ്ടിരിക്കുക. അതെ, എനിക്ക് ആ സത്യപാലം വക്കീലുമായിട്ട് നല്ല ബന്ധുവാ. പണ്ട് ഞാൻ ഷാപ്പി വെച്ച് കൊടുത്തിട്ട് തല സോഡാക്കോപ്പി കൊണ്ട് അടിച്ച് പൊടിച്ചില്ലേ? അന്ന് കേസ് വാദിച്ച വക്കീലേ. ആ വക്കീലിനോട് പറഞ്ഞാൽ ഒരു അഡ്മിഷനൊക്കെ പുഷ്പം പോലെ കിട്ടും. ഇളയ തമ്പുരാന്റെ മുമ്പിൽ എനിക്കൊരു വിലയാവും. അതെടുത്തും കാച്ചിയാലോ കുഞ്ഞോളെ. ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? ഭദ്രനിപ്പ എന്താ പറഞ്ഞത്? അയ്യോ, ഒന്നുമില്ല തമ്പുരാട്ടി.
വയറിന് ഒരു പെരുക്കം. ഒരു സോഡ കുടിച്ചാൽ കൊള്ളാമെന്ന് പറയായിരുന്നു. അതെ, അജീർണത്തിന്റെയാ. കുനിഞ്ഞും നിവർന്നും നിന്ന് ജോലി ചെയ്താൽ അതങ്ങ് മാറിക്കോളും. എടോ, തന്റെ ഭഗവാൻ തന്നെ കൈവിടില്ലടോ. ഭഗവാൻ കൂടിയുള്ളപ്പോഴാണോ താൻ വെറുതെ സങ്കടപ്പെടുന്നത്? എന്നെ പോലുള്ള പാവങ്ങളെ ഭഗവാനും വേണ്ട. അത് താൻ പറഞ്ഞാൽ മതിയോ? എടോ, തന്നെ പോലെ ഒരു പെണ്ണിന്റെ കണ്ണുനീര് കാണാതെ പോകാൻ ഏതെങ്കിലും ഭഗവാന് പറ്റുമോ? താനൊരു നിമിഷം ഒന്ന് കണ്ണടിച്ച്. കണ്ണടിക്ക്. ഒരു ഓടക്കുഴൽ നാദം കേൾക്കുന്നില്ലേ? അങ്ങ് ഗുരുവായൂരിരിക്കുന്ന ആള് തന്റെ സങ്കടം കണ്ടിട്ടുണ്ടെന്ന് അതിന്റെ അർത്ഥം. ആ സത്യം. കള്ളൻ. അതെ, ഞാനൊരു കള്ളനാ. അനുവാദം ചോദിക്കാതെ ഒരു പെണ്ണിന്റെ മനസ്സ് കെട്ട കള്ളൻ.